ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇങ്ങനെയുള്ളൊരു അടിപൊളി ഫ്ലവേഴ്സ് റോസ് ഫ്ലവർ ഒന്ന് ചെയ്ത് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റോസ് ഫ്ലവറാണിത്. ഇത് നമുക്ക് ഫ്രോക്കിൽ, അതുപോലെ തന്നെ ഹെഡ് ബാൻഡിൽ, പിന്നെ ഷൂസിൽ ഒക്കെ നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണിത്. ഇതിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ചും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ആണ് ഈ ഒരു ഫ്ലവറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മൾ ഫ്രോക്കിൻ്റെ മുന്നിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊക്കെ ഞാൻ ആ ഒരു പാറ്റേൺ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള വിവിധ കളേഴ്സിലുള്ള ഫ്ലവേഴ്സാണ്. സെയിം പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ്, ബ്ലൂ, അതുപോലെ പിങ്ക്, ഒരുപാട് കളേഴ്സിൽ ഞാൻ ഈ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. റെഡ്, വൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മെറൂണ്, ഇപ്പോൾ ഒരുപാട് കളേഴ്സിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്തെടുത്താൽ നമുക്ക് ഫ്രോക്കിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് റോസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യുക. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ റണ്ണിങ് yarn ഒന്ന് വലിച്ചിട്ട് ഈ സ്ലിപ്പ് നോട്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു 40 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32. അപ്പോൾ ഞാനിവിടെ 40 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 40 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 40 ചെയിൻ സ്റ്റിച്ചിന് പകരം 60 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 40 ചെയിൻ സ്റ്റിച്ചിൽ ഒന്ന് ചെയ്ത് നോക്കാം. അതിന് ശേഷം 40 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് 1 2 3 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. yarn over ചെയ്ത് സെയിം ഇപ്പം നമ്മൾ ചെയ്ത DC ഉണ്ടല്ലോ, ആ DCയിലെ സെയിം ഹോളിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു V സ്റ്റിച്ച് കിട്ടും ഇവിടെ. വീണ്ടും നമ്മൾ ഈ താഴെ ചെയിൻ സ്റ്റിച്ചിൽ 1 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. 3rd വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, പിന്നെ സെയിം ഈ DC ചെയ്തതിൽ ഒരു DC കൂടി ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ താഴെ ചെയിൻ സ്റ്റിച്ചിൽ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തേൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, അടുത്ത സെയിം തന്നെ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വി സ്റ്റിച്ച് ഇങ്ങനെ കിട്ടും. ഈ സ്റ്റിച്ച് നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കാം. 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സെയിം DC ചെയ്ത സ്പേസിൽ ഒരു DC കൂടി ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തേൽ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സെയിമിൽ തന്നെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ V സ്റ്റിച്ച് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസ് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, നമുക്ക് 40 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു
60 ചെയിൻ സ്റ്റിച്ചോ 70 80 ഒക്കെ ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെറ്റൽസ് നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റൽസ് നമുക്ക് കൂടി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റാർട്ടിങ്ങിലുള്ള ചെയിൻ സ്റ്റിച്ച് കൂട്ടിയെടുത്താൽ മതി. ടു ചെയിൻ സ്കിപ്പ് ചെയ്യുക. തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വി സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡി സി ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ ഒരു ഡി സി കൂടി ചെയ്യുമ്പോഴാണ് നമുക്കൊരു വി സ്റ്റിച്ച് കിട്ടുക. വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു എൻഡ് വരെ ഈ ഒരു പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കാം. ഒരു വി സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 2 ചെയ്യുക, സെയിം സ്റ്റിച്ച് ചെയിനിൽ തന്നെ ഒരു ഡി സി ചെയ്യുക. നമ്മൾ ലാസ്റ്റ് 2 ചെയിൻ സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ഒരു സ്ലിപ്പ് നോട്ടിലേക്കാണ് നമ്മൾ ലാസ്റ്റത്തെ വി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 2 ചെയ്യുക. വീണ്ടും നമുക്ക് സെയിം സ്പേസിൽ തന്നെ ഒരു ഡി സി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഡി സി വി സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് 1 2 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. പിന്നെ ഈ ഒരു വി സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ വി സ്റ്റിച്ചിൻ്റെ ഈ ഇവിടെ ചെയ്ത വി സ്റ്റിച്ചിൻ്റെ ഈ സെൻറ്ററിലേക്കാണ് നമ്മൾ ഇനി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു 9 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9. ഇവിടെ ഞാൻ ഈ ഒരു വി സ്റ്റിച്ചിൽ 3 ചെയിനും അതുകൂടാതെ 9 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്തു. ഇനി നമുക്ക് ഈ അടുത്ത വി സ്റ്റിച്ച് എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു സ്പേസ് കാണുന്നുണ്ടല്ലോ, ഈ വി സ്റ്റിച്ച്, ഇതാണ് വി സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ വി സ്റ്റിച്ച് എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു മോഡലാണ് കിട്ടുക, ഒരു പെറ്റലാണ് കിട്ടുക. ഇനി വീണ്ടും നമ്മൾ ഈ ഒരു അടുത്ത വി സ്റ്റിച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക. നമുക്ക് 9 വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് പെറ്റലും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത വി സ്റ്റിച്ച് എത്തുന്നതിന് മുന്നേ ഈ ഒരു സ്പേസിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ വി സ്റ്റിച്ചിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ 3 ചെയിനും 9 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇതിൽ ഞാൻ 9 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്തത്. ഇനി അടുത്തതിൽ ഞാൻ 8 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8. 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഈ വി സ്റ്റിച്ച് എത്തുന്നതിന് മുന്നേ ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 3 പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലും നമുക്ക് 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7
8. അടുത്ത വി സ്റ്റിച്ചിലും നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ആ ഒരു അടുത്ത വി സ്റ്റിച്ചിൽ 8 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8. ഈ ഒരു പെറ്റലിലും 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് പെറ്റൽസ് ഇങ്ങനെ കിട്ടും. ഈ ഒരു സ്പേസിൽ വി സ്റ്റിച്ച് എത്തുന്നതിൻ്റെ മുന്നേ ഉള്ള ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതിൽ നമുക്ക് 8 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6 7 8. 8 എണ്ണം ചെയ്തു. നമുക്ക് ഈ ഒരു വി സ്റ്റിച്ചിൻ്റെ മുന്നേ ഉള്ള ഈ ഒരു സ്പേസിൽ, ഇതാണ് വി സ്റ്റിച്ച്, ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഓൾറെഡി 1 ചെയ്തു. 1 2 3 4 5 6 7 8. 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത വി സ്റ്റിച്ചിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വി സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8. 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അടുത്ത വി സ്റ്റിച്ചിൻ്റെ മുന്നേ ഉള്ള ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഈ വി സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 5 6 7 8. 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു സ്പേസിൽ വി സ്റ്റിച്ചിട്ട് എത്തുന്നതിന് മുന്നേ ഉള്ള ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. യാൺ ഓവർ ചെയ്യുക. വീണ്ടും 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8. 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഈ വി സ്റ്റിച്ച് എത്തുന്നതിന് മുന്നുള്ള ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ തിരിഞ്ഞിട്ട് പെറ്റൽസ് ഇങ്ങനെ ഒരുപാട് പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റൽസ് അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 40 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് പകരം 60 70 80 എത്ര ചെയിൻ സ്റ്റിച്ചാണോ കൂടുതൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ ചെയ്തിട്ട് 9 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ അടുത്തതിൽ 9 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ അടുത്തതിൽ 8 എണ്ണം ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ഒരു വി സ്റ്റിച്ച് കഴിയുന്നത് വരെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ എനിക്കിവിടെ എൻ്റെ യാണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സെയിം കളർ യാണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 യാൺ ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി. സെയിം കളറാണെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി. കെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ച് നോക്കാം. അതിന് ശേഷം നമുക്ക് ഈ ബാലൻസ് വരുന്ന യാണിന് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി വീണ്ടും നമുക്ക് അടുത്ത വി സ്റ്റിച്ചിൽ 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8. ഇനി ഞാൻ ലാസ്റ്റ് വി സ്റ്റിച്ചിൻ്റെ മുന്നുള്ള ഒരു സ്പേസും കൂടി ഉള്ളൂ. അത് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ചെയിനിൽ ഞാൻ 7 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ 8 എണ്ണമാണ് ചെയ്തത്. ഇനി ലാസ്റ്റത്തെ ചെയിനിൽ ഞാൻ 7 എണ്ണമാണ് 7 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാണ്. 3 4 5 6 7 ചെയ്തു. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഒരു സ്പേസ് ഉണ്ടാവും. ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. അതിന് ശേഷം യാണ് മുകളിലായിട്ട് കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഹുക്ക് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് ലഭിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്ത ഈ ഒരു പെറ്റലുണ്ടല്ലോ, ആ പെറ്റൽ ഇങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഹെഡ് ബാൻഡിലും ഇതിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റിയൊരു ഫ്ലവറാണ് ഇത്. നമ്മളിനി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സാധാ നൂലെടുത്തിട്ട് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് കളർ യാണാണോ, അപ്പോൾ റെഡ് കളറാണെങ്കിൽ ആ റെഡ് കളർ കൊണ്ട് തന്നെ നിങ്ങൾ ഈ യാൺ എടുക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് കളർ യാൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കുക കറക്റ്റാണോ, പെറ്റൽസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റൽസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ നോക്കുക. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സെയിം കളർ യാണ് എടുത്തിട്ട് തുന്നണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇത് ഗമ്മുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ അധികം തുന്നി കൊടുക്കാറാണ്. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒക്കെ പെട്ടെന്ന് നമുക്ക് ഡ്രസ്സിലൊക്കെ വെക്കുമ്പോൾ അത് വീണു പോവും. അപ്പോൾ ഞാൻ അധികം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ നമുക്കൊരു അടിപൊളി ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഇതിലും പെറ്റൽസ് അധികം വേണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പം ഞാനൊരു ചെറിയൊരു ഹെഡ് ബാൻഡിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും വലിയ റൗണ്ടിൽ പെറ്റൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 60 ചെയിൻ സ്റ്റിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുക. സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിങ്ങനെ ഇതിങ്ങനെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ എടുത്തിട്ട് ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം ഈ നൂല് നമുക്ക് കട്ട് ചെയ്യാം. ഇത് കാണുന്നില്ല, സെയിം കളർ ആണാകുമ്പോൾ ഒന്നും കൂടി ഇതിങ്ങനെ കാണാതെ, ഇതിപ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഈ യാണുണ്ടല്ലോ, ഈ യാണ് ഒന്ന് നമുക്കൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തിട്ട്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുള്ള ഡെയിലൻറ്റും ആ കട്ട് ചെയ്ത യാണുമാണിത്. ഇതും കൂടി ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുത്താൽ നമുക്കൊരു അടിപൊളി ഫ്ലവർ പെറ്റൽസ് ഉള്ള നല്ലൊരു റോസ് ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാ കളേഴ്സിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.